അപ്പോൾ നമുക്ക് കായും ചേനയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരളവ്. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇതേ കണ്ടോ, നല്ല വെണ്ണ പോലെ. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ, വായോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ സദ്യ കൂർക്ക് കാളിനാണ് വെക്കണേ. അപ്പോൾ നോക്കി നമ്മൾ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കായും ചേനയും കായ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കായ എടുത്തിട്ടുള്ളത് ഒരു കായാണ്, അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള ഒരു നേന്ത്രക്കായ. അതേ അളവിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചേന എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കായും ചേനയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മളിതാ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് നടുകീറിയത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 കതിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ ഒന്ന് മുങ്ങിക്കെടുക്കാവുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിടല്ലോ തീ കത്തിച്ച് നമ്മുടെ ചട്ടി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇതിവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. ഒപ്പം നമുക്കിതിലേക്കുണ്ടല്ലോ ഒരു അരമുറി നാളികേരം ചെറുക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളകും. പിന്നെ നമുക്ക് ഇതിലേക്കുണ്ടല്ലോ 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു 8 മണി കുരുമുളകും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പം ഞാൻ ഈ നാളികേരം നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് തൈരിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു 1.5 ഗ്ലാസ് തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ തൈരും കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ച്, അതായത് നാളികേരത്തിൻ്റെ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അതല്ല നാളികേരം മാത്രം അരച്ചെടുക്കുക, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എനിക്കിത് രണ്ടും കൂടി ചെയ്തിട്ട് നമുക്ക് വേറെ എന്താ പറയുക, മോര് തൈര് പിരിയേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇതേ കണ്ടോ, നല്ല വെണ്ണ പോലെ നമ്മളിത് നാളികേരം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതേ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തീ കുറവിൽ വെച്ചിട്ട് വേണം നമുക്കൊന്നത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. ചില ചേനയ്ക്ക് നല്ല വേവുണ്ടാവും, ചില ചേന പെട്ടെന്ന് വേവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കറി വെച്ചോളൂ. അങ്ങനെയാണിപ്പോൾ ആദ്യം ചേന ഇട്ടിട്ട് ചേനയ്ക്കൊന്നൊരു പകുതി വെന്തതിന് ശേഷം നമ്മൾ കായ ഇട്ടാൽ മതി. ഇതിപ്പോൾ എനിക്ക് അറിയാം എൻ്റെ ചേന പെട്ടെന്ന് വേവണതാണ്, അതുകൊണ്ടാണ് ഞാൻ ചേനയും കായും കൂടി ഒരുമിച്ച് ഇട്ടിട്ടുള്ളത് കേട്ടോ. നമുക്കുണ്ടല്ലോ മൂടി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ ചേനയും കായൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതാ കൈ കൊണ്ടൊന്നും ഇങ്ങനെ അമർത്തി നോക്കാം. അപ്പം അറിയാം കേട്ടോ. ഇത് കണ്ടോ, ചേന വെന്തു, അപ്പോൾ കായും വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കുണ്ടല്ലോ നമ്മൾ അടിച്ചെടുത്ത് നമ്മുടെ നാളികേരം ഉണ്ടല്ലോ, അത് തൈരും കൂടിയിട്ട് അടിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തുള്ളി വെള്ളം ഒഴിച്ച് ഇത് കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് കുറുകി തന്നെ വരണം കേട്ടോ. അപ്പോൾ നമ്മൾ നാളികേരമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അതല്ലെങ്കിൽ അടിയെ പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമുക്കുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇങ്ങനെ കാളം വയ്ക്കുമ്പോൾ അത്യാവശ്യം പുളിയുള്ള ഒരു തൈരാണ് എപ്പോഴും നല്ലത് കേട്ടോ. അന്ന് നല്ല പുളി ആവശ്യമില്ല, ആ രീതിയിൽ കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളയ്ക്കട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് നമ്മൾ മൂടിയൊക്കെ തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. നമുക്കുണ്ടല്ലോ ഒന്ന് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ കണ്ടോ, ഇതേപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക, എപ്പോഴല്ല. ഒന്ന് ഇളക്കി അവിടെ എത്തി കഴിയുമ്പോഴേക്കും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. നന്നായിട്ട് കുറുകി വരണം. ഇത്രയും ഇത് പോരാ, ഇതിനേക്കാളും കുറുകണം കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ കാളൻ നോക്കിയാൽ കുറുക്ക് കാളനായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ ഈ ചട്ടിലിരുന്ന് ഒന്നും കൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരളവ്. ഈ ഒരു സമയത്ത് നമ്മൾ അതിലേക്കുണ്ടല്ലോ ഒരു ഇങ്ങനെ പിടിച്ച എത്ര കിട്ടും നമ്മുടെ ഉലുവപ്പൊടി, അതാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാട്ടോ ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് താളിക്കണം. തീ കത്തിച്ച് നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ.
ചീനച്ചട്ടി ഇതാ ചൂടായി വന്നു. അതിലേക്ക് നമ്മളിതാ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നു. അതിലേക്ക് നമ്മളിതാ താളിക്കാനായിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി തുടങ്ങി 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്ക് കാളനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നോക്കിയാൽ നമ്മുടെ കാള റെഡി ആയിട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായറ്റിന് വിളിക്കാം കേട്ടോ. സ്പൂൺ കൊണ്ട് തന്നെ അടിക്കാം. ചൂടുണ്ടാവും കേട്ടോ ഷായേട്ടാ. ചൂടുള്ള കാരണം പറയാൻ ബുദ്ധിമുട്ട് ഇത്തിരി. അടിപൊളി കാളം തന്നെയാണ്. ഓണത്തിന് ഈ കാളം കാളം വെക്കുന്നുണ്ടെങ്കിൽ ഈ കാളം ഒന്ന് വെച്ച് നോക്കിക്കോളൂ കേട്ടോ. അത്ര രസമായിട്ടുള്ളതാ. അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കുക. ഈ ഓണത്തിന് ഈ കാളം തന്നെ ആവട്ടെ. നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്